ഫിഫ വേൾഡ് കപ്പ് 2026ന്റെ ക്വാർട്ടറിലെ മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ ആയിരുന്നു ടീം. വളരെ ശക്തമായ ഒരു പോരാട്ട വീര്യം കണ്ട ഒരു മത്സരം കൂടിയായിരുന്നു. അപ്പോൾ നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം അല്ലേ? അതെ, ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടും ശക്തരായിട്ടുള്ള രണ്ട് ടീമുകളാണ്. മുന്നിട്ട് നിൽക്കുന്ന രണ്ട് ടീമുകൾ തന്നെയാണ് ഫ്രാൻസും മൊറോക്കോയും. അപ്പം ഫ്രാൻസിന്റെ എംബാപ്പെ, ഡെംബലെ എന്ന് പറയുന്ന താരങ്ങളായാലും മൊറോക്കോയുടെ ഹക്കീമി എന്ന് പറയുന്ന താരമായാലും ഒരുപാട് പ്രതീക്ഷ ആരാധകർക്ക് കൊടുത്തിട്ടുള്ള രണ്ട് ടീമുകളായിരുന്നു. അപ്പൊ ആ ഒരു മാച്ചിന്റെ ഒരു പ്ലേ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗംഭീരമായിട്ടുള്ള അവസരങ്ങൾ നേടിക്കൊടുത്ത ഒരു മത്സരം കൂടിയായിരുന്നു ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോയുടെ. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ 26ാമത്തെ മിനിറ്റിൽ ഫ്രാൻസിന് അനുകൂലമായിട്ടുള്ള ഒരു ഫൗൾ വിസിൽ മുഴങ്ങുന്ന ഒരു കാഴ്ച വരികയും ഫ്രാൻസിന് അനുകൂലമായിട്ടുള്ള ഒരു പെനൽറ്റി അനുവദിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു പെനൽറ്റി എംബാപ്പെ മിസ് ചെയ്യുന്ന ഒരു കാഴ്ച കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മെസ്സിക്ക് ശേഷം ഇനി എംബാപ്പെ കയറും എന്നുള്ളൊരു ഇത് കൂടി ഉണ്ട് പെനൽറ്റിയുടെ കാര്യത്തിൽ. അപ്പം പെനൽറ്റി മിസ് ചെയ്യുന്ന ഒരു കാഴ്ച എംബാപ്പയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മാച്ചിൽ. ഈ ഒരു മത്സരത്തോടു കൂടി തുടർച്ചയായ മൂന്നാമത്തെ വേൾഡ് കപ്പിലും സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന ഒരു ടീമായിട്ട് ഫ്രാൻസ് മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വളരെ ശക്തമായ ഒരു പോരാട്ടം കൂടിയായിരുന്നു. നമുക്ക് അവരുടെ ഗോൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. 2-0 ആയിരുന്നു അവരുടെ ഗോൾ റേറ്റ് എന്ന് പറയുന്നത്. ഫ്രാൻസ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോയെ തോൽപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഗോൾ അടിക്കുന്നത് ഫസ്റ്റ് ഹാഫ് ഗോളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഗോൾ വരുന്നത് 60ാമത്തെ മിനിറ്റിൽ നമ്മുടെ സ്വന്തം എംബാപ്പയും അതുപോലെ തന്നെ 66ാമത്തെ മിനിറ്റിൽ ഡെംബലയും ചേർന്നിട്ടാണ് ഫ്രാൻസിന് വേണ്ടിയിട്ട് ഇരട്ട ഗോൾ അടിച്ച് മുന്നേറുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടത്. ഒരുപാട് തിരിച്ചുവരവുകൾ മൊറോക്കോ നടത്തിയെങ്കിലും അതൊക്കെ അലക്ഷ്യമായി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ആ ഒരു മാച്ചിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഒരു മാച്ചിൻ്റെ എന്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ എംബാപ്പയുടെയും ഡെംബലയുടെയും ആ ഒരു കോംബോ, അവർ അസിസ്റ്റ് ചെയ്യുന്നതായാലും ഗോൾ അടിക്കുന്നതായാലും അവരുടെ ഒരു കോംബോ ഇപ്പം നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് മാറുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് ഫ്രാൻസിന്റെ മാച്ച് തന്നെയാണ്. എല്ലാവരും ഒരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും മൊറോക്കോ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ശക്തരായ ഒരു ടീമാണ്. പല വമ്പൻ ടീമുകളെയും തോൽപ്പിക്കുന്ന സാഹചര്യം മൊറോക്കോക്ക് ലഭിച്ചെങ്കിലും ഫ്രാൻസിനെ അതൊന്നും ബാധിച്ചിട്ടില്ല. ഫ്രാൻസ് അങ്ങനെ 3ാമത്തെ കൊല്ലവും സെമി ഫൈനലിലേക്ക് കയറുകയാണ്. എന്തായിരിക്കും ഇനി വരാൻ പോകുന്നത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഫ്രാൻസ് ഇനി സെമി ഫൈനൽസിലേക്ക് കയറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഈ ഒരു മത്സരത്തിൽ പിന്നെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഹാഫിൽ ഒരു 10ഓളം ഷോട്ടുകൾ ഫ്രാൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊന്നും അവർക്ക് ഗോളാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നമ്മുടെ മൊറോക്കോയുടെ പ്രതിരോധവും അതുപോലെ തന്നെ ബോണോയുടെ മികച്ച സേവുകൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു പോരാട്ടമായിരുന്നു നടന്നതെന്ന് നമുക്ക് എടുത്തു പറയണം. ഈ ഒരു മത്സരത്തോടു കൂടി നമ്മുടെ സ്വന്തം കിലിയൻ എംബാപ്പ അവരുടെ 20ാമത്തെ ലോകകപ്പിൽ 20ാമത്തെ ഗോളും തികച്ചിരിക്കുന്ന ഒരു ചരിത്ര നേട്ടം കൂടി സംഭവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാച്ചിലൂടെ. പിന്നെ പറയേണ്ടത് കിലിയൻ എംബാപ്പയുടെ ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ള മത്സരം അല്ലെങ്കിൽ മെസ്സി ആയിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് കിലിയൻ എംബാപ്പെ മുന്നേറുകയാണ്. ഇപ്പൊ രണ്ടാളും സെയിം സ്കോറിലാണ് നിൽക്കുന്നത്. മെസ്സിയും എംബാപ്പയും സെയിം സ്കോറിലാണ്. ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ള യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് മൊറോക്കോയുടെ ഗോൾ കീപ്പറെ തന്നെയാണ് യാസിൻ ബോണോനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു. പെനൽറ്റി ഷോട്ടിലായാലും ഒരുപാട് ഷോട്ടുകളും സേവ് ചെയ്ത് നല്ലൊരു പ്രകടനം തന്നെ അല്ലെങ്കിൽ നല്ലൊരു ഇത് തന്നെയാണ് മൊറോക്കോയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു വേൾഡ് കപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല ഗോൾ കീപ്പേഴ്സിനെ കിട്ടി എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാഴ്ച ഗോൾ കീപ്പേഴ്സിന്റെ സേവ് അതൊക്കെ നല്ല രീതിയിൽ എടുത്തു പറയുന്ന ഒരു കാഴ്ച കൂടി ഈ ഒരു വേൾഡ് കപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽസ് മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു മത്സരമാണ് കഴിഞ്ഞത്. ഇനി ഏതൊക്കെയാണ് അടുത്ത ദിവസത്തെ മത്സരങ്ങൾ നമുക്ക് നോക്കാം. ഇനി അടുത്തത് വരാൻ പോകുന്നത് സ്പെയിൻ വേഴ്സസ് ബെൽജിയത്തിന്റെ പോരാട്ടമാണ്. ഇന്ന് രാത്രി, അതായത് നാളെ രാവിലെ 12:30 സ്പെയിൻ വേഴ്സസ് ബെൽജിയം നേരിടുന്നത്. അപ്പൊ എന്തായിരിക്കും നെക്സ്റ്റ് സെമി ഫൈനൽസിലേക്ക് ആരാണ് കയറുന്നത് എന്ന് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം.